ഗ്രോത്ത് എന്ന ടേമിനെ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു കാലത്ത് ഞാൻ കരുതിയത് ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നത് വലിയ വലിയ വിജയങ്ങൾ മാത്രമാണ് എന്നാണ്. എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന ഒരു വളർച്ചയുണ്ടല്ലോ, അത് ചിലപ്പോൾ നമുക്കൊരു ഡേറ്റ വെച്ചിട്ടോ ഒരു പെർസെന്റേജ് കൊണ്ടോ ഒന്നും കണക്കാക്കാൻ പറ്റി എന്ന് വരില്ല. പക്ഷെ ഇന്നലെയുള്ള എന്നിൽ നിന്നും ഇന്നുള്ള ഞാൻ എത്രമാത്രം വളർന്നിരിക്കുന്നു, എത്രമാത്രം ഗ്രോ ചെയ്തിരിക്കുന്നു എന്നൊരു ഫീല് വളരെ മനോഹരമാണ്. ഇത് മറ്റാർക്കും വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാരെയും കാണിക്കാനോ അല്ല, നമ്മെ സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു കുഞ്ഞു സ്റ്റെപ്പ് ആകട്ടെ, അത് എടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ യാത്രയിൽ പലപ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റാം. തെറ്റുകൾ പറ്റി എന്ന് അംഗീകരിക്കാനും അത് തിരുത്തി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ആർജവമാണ്. പേഴ്സണൽ ലൈഫ് ആകട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആകട്ടെ, ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ചിലപ്പോ ഒക്കെ നമ്മൾ തകർന്നു പോയി എന്നും വരാം. തകർന്ന ഇടത്തിൽ നിന്നും വീണ്ടും എഴുന്നേക്കാനും പ്രതിസന്ധികളെ നേരിടാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഊർജം ഉണ്ടല്ലോ, അതൊക്കെ ഈ വളർച്ചയിൽ നിന്നല്ലേ നമുക്ക് ലഭിക്കുന്നത്. നമ്മളെ പാകപ്പെടുത്തുന്ന ഒന്ന് തന്നെയല്ലേ ഇത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ കണക്കാക്കാൻ, ഇതിനെ അടയാളപ്പെടുത്താൻ ഒരു പ്രത്യേക സൂചകം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും നമ്മുടെ ഈ ഒരു വളർച്ചയെ അംഗീകരിക്കാനോ ഒന്ന് കൈയടിക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളും ഈ വളർച്ചയുടെ സഹായത്തിൽ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും അതുപോലെ സന്തോഷവും വളരെ വലുതാണ്. ലക്ഷ്യത്തിലേക്ക് എത്തി സമൂഹം അംഗീകരിക്കുന്ന ഒരു വിജയം ഉണ്ടാവുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും കൈയടിക്കുന്നു. ഗ്രോത്തിനെ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്?